ഹായ് ഡിയേഴ്സ്, ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോളോ ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ BCom FIUGPയുടെ സിലബസാണ്. BBA വിദ്യാർത്ഥികൾക്കും MCom വിദ്യാർത്ഥികൾക്കും മറ്റ് യൂണിവേഴ്സിറ്റികളിൽ BCom BBA MCom പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇൻകം ടാക്സ് എന്ന് പറയുന്ന പേപ്പർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു ക്ലാസ് ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മൾ ഫോളോ ചെയ്യുന്ന അസസ്മെൻറ്റ് ഇയർ 2026-27 ആണ്. മൊഡ്യൂൾ 1 ബേസിക് കൺസെപ്റ്റ് ഓഫ് ഇൻകം ടാക്സ്. പല വിദ്യാർത്ഥികളും പറയാറുള്ളത് ഇൻകം ടാക്സ് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള പേപ്പർ എന്നാണ്. ഇൻകം ടാക്സ് എപ്പോഴാണ് ഡിഫിക്കൽട്ടായിട്ടുള്ള പേപ്പർ ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ, അതായത് ടേംസുകൾ, അതുപോലെ തന്നെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ബേസിക് റൂൾസുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാതിരിക്കുമ്പോഴും അത് ഫോളോ അപ്പ് ചെയ്യാതിരിക്കുമ്പോഴുമാണ്. അപ്പോൾ നിങ്ങളോട് എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ളത് ഈ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ഓരോ ബേസിക് ടേമുകളും കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് ഫോളോ അപ്പ് ചെയ്യണം, നിരന്തരം ഫോളോ അപ്പ് ചെയ്യണം. ഓരോ ടേമുകളും നിരന്തരം ചെയ്യണം. അല്ലെ, നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ, കൃത്യമായിട്ട് ആ കോൺസെപ്റ്റുകൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പേപ്പറായിട്ട് ഇൻകം ടാക്സ് മാറും. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഈ ഒരു പേപ്പറിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് ഓരോ കോൺസെപ്റ്റുകളും മനസ്സിലാക്കുക, അതെന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഫോളോ അപ്പ് നടത്തുക. ഫോളോ അപ്പ് നിർബന്ധമാണ് ഇൻകം ടാക്സിൽ. അതെന്താണെന്ന് വെച്ചാൽ പല മേഖലയിലും നമുക്ക് ഈ ബേസിക് കോൺസെപ്റ്റിൻ്റെ ഉപയോഗമുണ്ട്. ഇനി അടുത്ത സെമസ്റ്ററിൽ നിങ്ങൾക്ക് എന്തുണ്ട്, ഇൻകം ടാക്സ് പഠിക്കാണ്ട്. അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ബേസിക് ഇൻട്രൊഡക്ഷൻ, അതായത് ബേസിക് കൺസെപ്റ്റുകളും റൂൾസും കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് എന്താണ് ടാക്സ് എന്നതാണ്. ടാക്സ് ഈസ് എ കമ്പൽസറി ഫിനാൻഷ്യൽ ചാർജ് ഇമ്പോസ്ഡ് ബൈ ദി ഗവൺമെൻറ് ഓൺ ഇൻഡിവിജ്വൽസ്, ബിസിനസ് ആൻഡ് അതർ എൻറ്റിറ്റീസ് ടു റൈസ് റവന്യൂ ഫോർ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് വെൽഫെയർ. ടാക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കമ്പൽസറി ഫിനാൻഷ്യൽ ചാർജാണ്, അതായത് മാൻഡേറ്ററി ആണ്, നിർബന്ധമായിട്ടും നൽകേണ്ട ഒരു ഫിനാൻഷ്യൽ ചാർജാണിത് ടാക്സ്. ഇമ്പോസ്ഡ്, അത് ചുമത്തുന്ന ആരാണ്, ഗവൺമെൻറ്റാണ്. അപ്പോൾ ഗവൺമെൻറ് ചുമത്തുന്ന ഒരു കമ്പൽസറി ഫിനാൻഷ്യൽ ചാർജാണിത് ടാക്സ്. ആരുന്നൊക്കെ ചുമത്തുന്നത്, ഇൻഡിവിജ്വലിൻ്റെ കയ്യിൽ നിന്ന്, അതുപോലെ തന്നെ ബിസിനസ്സുകാരുടെ കയ്യിൽ നിന്ന്, അതുപോലെ തന്നെ മറ്റു എൻറ്റിറ്റീസ്, മറ്റു സ്ഥാപനങ്ങളുണ്ടല്ലോ, അതർ എൻറ്റിറ്റീസ്, അവരുടെ കയ്യിൽ നിൽക്കുന്നത് ടാക്സ് ചുമത്തുന്നത്. ഈ ടാക്സ് ചുമത്താനുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടു റൈസ് റവന്യൂ ആണ്. റവന്യൂ റൈസ് ചെയ്യുക. എന്തിനൊക്കെ വേണ്ടിയാണ്, ഫോർ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് വെൽഫെയർ. ഗവൺമെൻറ് പബ്ലിക് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വെൽഫെയർ ആക്ടിവിറ്റീസ് ചെയ്യാനും വേണ്ടി ഗവൺമെൻറ് ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിൽ നിന്നും, ബിസിനസ്സുകാരുടെ കയ്യിൽ നിന്നും, മറ്റു സ്ഥാപനങ്ങളുടെ കയ്യിൽ നിന്നും ചുമത്തുന്ന കമ്പൽസറി ഓർ മാൻഡേറ്ററി ഫൈനാൻഷ്യൽ ചാർജിനെയാണ് നമ്മൾ ടാക്സ്, അതായത് നികുതി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ടാക്സ്. ദർ ആർ മെയിൻലി 2 types of tax. First one is direct tax and another one is indirect tax. അതിൽ ഡയറക്റ്റ് ടാക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത് പെയ്ഡ് ഡയറക്ട്ലി ബൈ ദി ടാക്സ് പെയർ ടു ദി ഗവൺമെൻറ്. ടാക്സ് പെയർ ഗവൺമെൻറ്റിലേക്ക് ഡയറക്റ്റായിട്ട് നൽകുന്ന ടാക്സിനെ പറഞ്ഞ പേരാണ് ഡയറക്റ്റ് ടാക്സ്. അപ്പോൾ ടാക്സ് പെയർ നേരിട്ട് ഗവൺമെൻറ്റിലേക്ക് നൽകുന്ന ടാക്സ് ആണെന്ന് ഡയറക്റ്റ് ടാക്സ്. ദെൻ ഇൻഡയറക്റ്റ് ടാക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത് കളക്റ്റഡ് ബൈ ആൻ ഇൻ്റർമീഡിയറി ആൻഡ് പെയ്ഡ് ടു ദി ഗവൺമെൻറ്. അതെന്ത് ചെയ്യും, ടാക്സ് ഇൻ്റർമീഡിയറി കളക്ട് ചെയ്യും. ആ ഇൻ്റർമീഡിയറി മുഖാന്തരമാണ് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് നൽകുന്നത്. ഇവിടെ നേരിട്ടും ഇവിടെ ഇൻ്റർമീഡിയറി മുഖാന്തരമാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഏതൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡയറക്റ്റ് ടാക്സ് നോക്കാം. അതിലൊന്നാണ് ഇൻകം ടാക്സ്.
ഏറ്റവും പ്രധാനപ്പെട്ട ഡയറക്റ്റ് ടാക്സ് ആണ് ഇൻകം ടാക്സ്. ടാക്സ് ഓൺ ഇൻകം ഏൺഡ് ബൈ ഇൻഡിവിജ്വൽ അല്ലേ, ടാക്സ് ഓൺ ഇൻകം ഇൻകത്തിൻ്റെ മുകളിലെ ടാക്സ് ആണത് ഇൻകം ടാക്സ്. ഒരു ഇൻഡിവിജ്വൽ ഏൺ ചെയ്ത ഇൻകത്തിൻ്റെ മുകളിലുള്ള ടാക്സിനെ പറഞ്ഞാണ് ഇൻകം ടാക്സ്. ദെൻ വെൽത്ത് ടാക്സ് ആണ്. ടാക്സ് ഓൺ നെറ്റ് വെൽത്ത് ഓഫ് ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വലിൻ്റെ നെറ്റ് വെൽത്ത് മൊത്തം സമ്പത്തിൻ്റെ മുകളിൽ അദ്ദേഹം നൽകുന്ന ടാക്സ് ആണിത് വെൽത്ത് ടാക്സ്. ഈ വെൽത്ത് ടാക്സ് 2016 ഇന്ത്യയിൽ അബോളിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 ഏപ്രിൽ 2016 മുതൽ വെൽത്ത് ടാക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്, അബോളിഷ്ഡ് ആണ്. അപ്പോൾ ഇപ്പം എന്തില്ല, ഇന്ത്യയിൽ വെൽത്ത് ടാക്സ് ഇല്ല. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ് ആണ് കോർപ്പറേറ്റ് ടാക്സ്. കമ്പനികളുടെ മുകളിൽ ചാർജ് ചെയ്യുന്ന ടാക്സ് ആണിത്. ടാക്സ് ഓൺ ഇൻകം ഏൺഡ് ബൈ കമ്പനീസ്. അപ്പോൾ കമ്പനിൻ്റെ മുകളിൽ ചാർജ് ചെയ്യുന്ന ടാക്സ് ആണിത് കോർപ്പറേറ്റ് ടാക്സ്. പ്രധാനപ്പെട്ട 3 ഡയറക്റ്റ് ടാക്സുകളുള്ളത്, ഒന്ന് ഇൻകം ടാക്സ്, സെക്കൻഡ് വെൽത്ത് ടാക്സ്, തേർഡ് കോർപ്പറേറ്റ് ടാക്സ്. അതിൽ വെൽത്ത് ടാക്സ് 2016 എന്ത് ചെയ്തിട്ടുണ്ട്, അബോളിഷ്ഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. ദെൻ ഏതൊക്കെയാണ് ഇൻഡയറക്റ്റ് ടാക്സസ് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡയറക്റ്റ് ടാക്സ് ആണ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും മുകളിലെ ടാക്സ് ആണിത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ 6th സെമസ്റ്ററിൽ ഇൻകം ടാക്സ് ആൻഡ് GST എന്ന് പറയുന്ന പേപ്പറിൽ കൃത്യമായിട്ട് പഠിക്കും. ദെൻ എക്സൈസ് ഡ്യൂട്ടി, ടാക്സ് ഓൺ മാനുഫാക്ചർ ഓഫ് ഗുഡ്സ്. ഒരു ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ വരുന്ന ടാക്സ് ആണിത് എക്സൈസ് ഡ്യൂട്ടി. ദെൻ കസ്റ്റംസ് ഡ്യൂട്ടി, നമ്മളൊരു ഗുഡ്സ് എക്സ്പോർട്ടോ ഇമ്പോർട്ടോ ചെയ്യുമ്പോൾ അവിടെ നൽകുന്ന ടാക്സ് ആണിത് കസ്റ്റംസ് ഡ്യൂട്ടി. ദെൻ പർച്ചേസ് ടാക്സ്, നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നൽകുന്ന പർച്ചേസ് ഓഫ് ഗുഡ്സ്, ടാക്സ് ഓൺ പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണിത് പർച്ചേസ് ടാക്സ്. ദെൻ സെയിൽസ് ടാക്സ്, ടാക്സ് ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് ആണിത്, ഒരു സാധനം വിൽക്കുമ്പോഴുള്ള ടാക്സ് ആണ് സെയിൽസ് ടാക്സ്. ദെൻ വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയും. അപ്പോൾ ഇത്തരം ടാക്സുകളൊന്നും, അതായത് എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റം ഡ്യൂട്ടി, പർച്ചേസ് ടാക്സ്, സെയിൽസ് ടാക്സ്, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, GSTയിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്യും, GST പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പഠിക്കും. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്താണ് ഡയറക്റ്റ് ടാക്സ്, അതിൻ്റെ എക്സാമ്പിൾ, എന്താണ് ഡയറക്റ്റ് ടാക്സ്, അതിൻ്റെ എക്സാമ്പിൾ. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് ഈസ് എ ഡയറക്റ്റ് ടാക്സ്. ഇൻകം ടാക്സ് എന്താണ്, ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്. ഇറ്റ് ഈസ് എ ടാക്സ് ഓൺ ഇൻകം ലെവീഡ് ഓർ കളക്റ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഓൺ ബിഹാഫ് ഓഫ് അസസി ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ. ഇറ്റ് ഈസ് എ ടാക്സ് ഓൺ ഇൻകം, ഇൻകത്തിൻ്റെ മുകളിലുള്ള ടാക്സ് ആണിത് ഇൻകം ടാക്സ്. ലെവീഡ് ഓർ കളക്റ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്, ഇത് ലെവി ചെയ്ത് ചുമത്തുന്നത് അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്നത് ആരാണ്, സെൻട്രൽ ഗവൺമെൻറ്. ഓൺ ബിഹാഫ് ഓഫ് അസസി, ആടുന്ന കളക്ട് ചെയ്യുന്നത് അസസിയുടെ കയ്യിൽ നിന്നാണ് ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ. അതായത് പ്രീവിയസ് ഇയറിൽ ഒരു അസസി നേടിയ ഇൻകത്തിൻ്റെ മുകളിൽ നെക്സ്റ്റ് ഇയർ, അതായത് അസസ്മെൻറ്റ് ഇയറിൽ അയാൾ എന്ത് കൊടുക്കും, ടാക്സ് കൊടുക്കും. അതാണ് ഇവിടെയുള്ള രീതി. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ പ്രീവിയസ് ഇയറിനെ കുറിച്ചും അസസ്മെൻറ്റ് ഇയറിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വരും ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് ഇൻകം ടാക്സ് എന്താണ്, ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്. അത് ടാക്സ് ഓൺ ഇൻകം ആണ്. അത് ആരാ കളക്ട് ചെയ്യുന്നത്, സെൻട്രൽ ഗവൺമെൻറ് ആണ്. ആടുന്ന കളക്ട് ചെയ്യുന്നത് അസസിയുടെ കയ്യിൽ നിന്നാണ്. ഏത് വർഷത്തെ ഇൻകത്തിൽ നിന്നാണ് അസസി ടാക്സ് കൊടുക്കുക, പ്രീവിയസ് ഇയർത്തെ ഇൻകത്തിൽ നിന്നാണ് അസസി ടാക്സ് കൊടുക്കുക. അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ്. ഹിസ്റ്ററി ഓഫ് ഇൻകം ടാക്സ് ഇൻ ഇന്ത്യയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഫസ്റ്റ് വരുന്ന മേജറായിട്ടുള്ള ഇയറാണ് 1860. ഫസ്റ്റ് ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ബൈ ജെയിംസ് വിൽസൺ. ആദ്യം ഇന്ത്യയിൽ ഇൻകം ടാക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ജെയിംസ് വിൽസൺ ആണ്. ഇദ്ദേഹം തന്നെയാണ് ഇന്ത്യൻ ഇൻകം ടാക്സ് സിസ്റ്റത്തിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നതും ജെയിംസ് വിൽസൺ ആണ്. അപ്പോൾ ഇന്ത്യൻ ഇൻകം ടാക്സ് സിസ്റ്റത്തിൻ്റെ ഫാദർ ആരാണ്, ജെയിംസ് വിൽസൺ ആണ്. ഫസ്റ്റ് ഇയർ 1860 എന്താണ്
ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജെയിംസ് വിൽസൺ. നെക്സ്റ്റ് 1886 ഫസ്റ്റ് കോംപ്രഹെൻസീവ് ഇൻകം ടാക്സ് ആക്ട് എനാക്ട് ചെയ്തു. ഇന്ത്യയിൽ ആദ്യത്തെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഇൻകം ടാക്സ് ആക്ട് എനാക്ട് ചെയ്യുന്നത് 1886 ദെൻ 1918 ഇൻകം ടാക്സ് ആക്ട് 1918 ഒരു ഇൻകം ടാക്സ് ആക്ട് പാസ്സാക്കി. നെക്സ്റ്റാണ് 1922 ഇൻകം ടാക്സ് ആക്ട് 1922 ഇൻട്രൊഡ്യൂസ്ഡ് എ സിസ്റ്റമാറ്റിക് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. സിസ്റ്റമാറ്റിക് ആയിട്ട് ടാക്സ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി 1922 ഒരു ആക്ട് എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. നെക്സ്റ്റ് വരുന്ന പ്രധാനപ്പെട്ട ഇയറാണ് 1961 ഇൻകം ടാക്സ് ആക്ട് എനാക്റ്റഡ് ബൈ ദി പാർലമെൻറ്റ്. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് അല്ലേ എന്നാണ് 1961 ഇൻകം ടാക്സ് ആക്ട് 1961. അത് നിലവിൽ വരുന്നത് 1962. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് അതായത് 2025 വരെ ഇൻകം ടാക്സ് ആക്ട് ഏതായിരുന്നു, 1961 ദെൻ അത് നിലവിൽ വരുന്നത് 1 ഏപ്രിൽ 1962 കൃത്യമായിട്ട് മനസ്സിലാക്കാം. ദെൻ 1976 ടാക്സ് ആക്ഷൻ എൻക്വയറി കമ്മീഷൻ റെക്കമെൻഡേഷൻസ് ലീഡ് ടു റിഫോംസ്. ഒരുപാട് റിഫോംസ് ഇൻകം ടാക്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്നത് ടാക്സ് ആക്ഷൻ എൻക്വയറി കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് 1991 ഓൺവേർഡ്സിൽ മേജർ ടാക്സ് റിഫോംസ് ഡ്യൂറിങ് എക്കണോമിക് ലിബറലൈസേഷൻ. നമുക്കറിയാം 1991 ന്യൂ എക്കണോമിക് പോളിസി LPG ഒക്കെ അല്ലേ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ഒക്കെ ഇന്ത്യയിൽ വന്നതാണ്, LPG ഒക്കെ വന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇൻകം ടാക്സ് എന്ത് നല്ല മാറ്റങ്ങൾ ഇൻകം ടാക്സിൽ വന്നു, ഒരുപാട് റിഫോംസുകൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നു. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ആദ്യം 1860 ജെയിംസ് വിൽസൺ എന്ത് ചെയ്തു, ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം 1886 ഒരു കോംപ്രഹെൻസീവ് ടാക്സ് വന്നു. 1918 ഒരു ആക്ട് പാസ്സാക്കി. ദെൻ 1922 ഒരു ആക്റ്റും കൂടി പാസ്സാക്കി. 1961 ഇൻകം ടാക്സ് ആക്ട് പാർലമെൻറ്റ് എന്ത് എനാക്ട് ചെയ്തത്. അപ്പോൾ 2025 വരെ ഏതായിരുന്നു, 1961 ആക്ട് ആയിരുന്നു. ആ ആക്ട് നിലവിൽ വരുന്നത് 1 ഏപ്രിൽ 1962. ദെൻ ടാക്സ് ആക്ഷൻ ഇൻക്വയറി കമ്മീഷൻ അല്ലേ, ഒരുപാട് ലീഡ് ടാക്സിലെ ഒരുപാട് റിഫോംസിന് റെക്കമെൻഡ് ചെയ്തു. 1991 ന്യൂ എക്കണോമിക് പോളിസിൻ്റെ ഭാഗമായിട്ട് വളരെയധികം ചേഞ്ചസ്, എക്കണോമിക് ലിബറലൈസേഷൻ്റെയൊക്കെ ഭാഗമായിട്ട് വളരെയധികം ചേഞ്ചസ് 1991 ഇൻകം ടാക്സിൽ വന്നു. നെക്സ്റ്റ് വരുന്ന പ്രധാനപ്പെട്ട ഇയറാണ് 1995 ഇൻട്രൊഡക്ഷൻ ഓഫ് പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ. പാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എല്ലാവർക്കും അറിയുണ്ടായിരിക്കും, എല്ലാവരുടെ കൈവശം ഉണ്ടായിരിക്കും പാൻ കാർഡ്. ഒരു 10 അക്ക ആൽഫ ന്യൂമറിക്കൽ ഡിജിറ്റാണ് പാൻ കാർഡിലുണ്ടായിരിക്കുക. പാൻ കാർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ പാൻ കൊണ്ട് അർത്ഥമാക്കുന്നത് ഇൻകം ടാക്സ് അതോറിറ്റിയുടെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണിത് പാൻ. അപ്പോൾ എന്താണ് പാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇൻകം ടാക്സ് അതോറിറ്റിയുടെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണിത് പാന്. പാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1995. പാൻ്റെ ഫുൾ ഫോം കൃത്യമായിട്ട് മനസ്സിലാക്കുക, പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ. ദെൻ 2003 ഇലക്ട്രോണിക് ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ ഇൻട്രൊഡ്യൂസ്ഡ്. ഫയലിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. മുമ്പൊക്കെ ഇൻകം ടാക്സ് റിട്ടേണൊക്കെ സമർപ്പിച്ചത് എന്തിലൂടെയായിരുന്നു, മാനുവലായിട്ടായിരുന്നു. 2003 മുതൽ അതെന്തിലേക്ക് മാറ്റി, ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക്. ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2003 പ്രധാനപ്പെട്ട ഇയറാണ്. ദെൻ 2020 ഓപ്ഷണൽ ന്യൂ ടാക്സ് റീജിം ഇൻട്രൊഡ്യൂസ്ഡ്. അതായത് 2020 വരെ ഒറ്റ സ്ലാബ് റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. 2020 ഓൺവേർഡ്സ് മുതൽ നമുക്ക് 2 സ്ലാബ് റേറ്റ് പഠിക്കാനുണ്ട്. അതായത് ഒന്ന് ഓൾഡ് റീജിമും മറ്റൊന്ന് ന്യൂ റീജിമും. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. 2020 എന്ത് വന്നത്, ന്യൂ റീജിം വന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓപ്ഷണൽ ന്യൂ റീജിം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2020. ദെൻ 2021 ഫേസ്ലെസ് അസസ്മെൻറ്റ് ആൻഡ് ഫേസ്ലെസ് അപ്പീൽ എക്സ്പാൻഡ് ചെയ്തു. ഫേസ്ലെസ് അസസ്മെൻറ്റും ഫേസ്ലെസ് അപ്പീലും എക്സ്പാൻഡ് ചെയ്ത് 2021. ഒരു അടുത്ത സെമസ്റ്ററിൽ അസസ്മെൻ്റ് എന്ന് പറയുന്ന ഏരിയയിൽ നമ്മൾ ഈ ഒരു കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും.
നെക്സ്റ്റ് 2025. അപ്പോൾ 2025 ഇൻകം ടാക്സിൽ വലിയ മാറ്റം വരികയാണ്. ഇൻകം ടാക്സ് ആക്ട് ചേഞ്ച് ചെയ്യാണ്. ഇതുവരെ നമ്മൾ ഫോളോ ചെയ്യുന്നത് 1961 ഇൻകം ടാക്സ് ആക്ട് ആയിരുന്നു. അതെന്ത് ചെയ്തു? 2025 റീപ്ലേസ് ചെയ്തു. അപ്പോൾ പുതിയ ആക്ട് എന്താണ്? ഇൻകം ടാക്സ് ആക്ട് 2025 ആണ്. എന്തിനാണ് ഇത് എനാക്ട് ചെയ്തത്? ഇൻകം ടാക്സ് ലോ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി 1961 ആക്ടിനെ റീപ്ലേസ് ചെയ്തിട്ട് 2025 പുതിയ ആക്ട് നിലവിലാണ്. ഈ ഒരു ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് നിലവിൽ വരുന്നത് 1 ഏപ്രിൽ 2026 ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഏറ്റവും പുതിയ വന്ന ചേഞ്ചാണ്. ഇൻകം ടാക്സിൽ ഏറ്റവും പുതുതായിട്ട് വന്ന ചേഞ്ചാണ്. എന്ത് ചെയ്തു? ഇൻകം ടാക്സ് ആക്ട് 1961 റീപ്ലേസ് ചെയ്തു. എന്നിട്ട് എന്തായി? ഇൻകം ടാക്സ് ആക്ട് 2025 അത് നിലവിൽ വരുന്നത് 1 ഏപ്രിൽ 2026. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കാം. നമ്മുടെ ബുക്കുകളിലൊക്കെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് എന്തിനാണ്? പഴയ ആക്ട് തന്നെയാണ്. അപ്പോൾ അടുത്ത വർഷമൊക്കെ ഈ ഒരു ചേഞ്ച് ബുക്കുകളിലൊക്കെ വരുള്ളൂ. അപ്പോൾ നമ്മൾ എന്തെന്നെ പഠിക്കുന്നത് 1961 ആക്ട് പ്രകാരം തന്നെയാണ് എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. പക്ഷേ 2025 പുതിയ ആക്ട് വന്നിട്ടുണ്ടെന്നും അത് കെയിം ഇൻ ടു ഫോഴ്സ് 2026 ഏപ്രിലാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ഈ 2025 ആക്ടിലെ ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ടാക്സ് ഇയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ടാക്സ് ഇയർ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് അണ്ടർ ദി ഇൻകം ടാക്സ് ആക്ട് 2025 റീപ്ലേസിങ് പ്രീവിയസ് ഇയർ ആൻഡ് അസസ്മെൻറ്റ് ഇയർ. അതായത് മുമ്പൊക്കെ എന്തുണ്ടായിരുന്നു? 2 ഇയർ ഉണ്ടായിരുന്നു. ഒരു ഇയർ പ്രീവിയസ് ഇയറും മറ്റു ഇയർ അസസ്മെൻറ്റ് ഇയറും. ഇതെന്ത് ചെയ്യാണ്? റീപ്ലേസ് ചെയ്തിട്ട് ഒറ്റ ഇയറാക്കി മാറ്റുകയാണ്. ആ ഇയറിനെ പറഞ്ഞ പേരെന്താണ്? ടാക്സ് ഇയർ. അപ്പോൾ 2025 ഇൻകം ടാക്സ് ആക്റ്റിൽ വന്ന ഏറ്റവും വലിയ ചേഞ്ചാണ് ടാക്സ് ഇയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഏതൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ എന്തില്ല? പ്രീവിയസ് ഇയർ എന്ന് പറയുന്ന കോൺസെപ്റ്റും അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്ന ഈ 2 കോൺസെപ്റ്റുകളിൽ നിന്നില്ല. ഇനി ഒരൊറ്റ ഇയർ ഉള്ളൂ. അതെന്താണ്? ടാക്സ് ഇയർ ആണ്. ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. പക്ഷെ നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് തന്നെയാണ് 1961 ആക്ട് പ്രകാരം തന്നെയാണ്. അതുകൊണ്ട് എന്തുണ്ട്? നമ്മൾ പഠിക്കുമ്പോൾ എന്ത് പഠിക്കുന്നുണ്ട്? അസസ്മെൻറ്റ് ഇയറിനെ കുറിച്ചും പ്രീവിയസ് ഇയറിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. അത് പ്രകാരം തന്നെയാണ് നമ്മൾ ബുക്ക് കംപ്ലീറ്റ് ഫോളോ ചെയ്യുന്നത്. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്ത വർഷമൊക്കെ എന്ത് ചെയ്യും? ഈ ഒരു ചേഞ്ച് വരും. 2026 ഏപ്രിൽ ആയതുകൊണ്ടാണ് ബുക്കുകളിലൊന്നും ചേഞ്ചസ് വരാത്തത്. അടുത്ത വർഷമൊക്കെ ബുക്കുകളിൽ ചേഞ്ച് വരും. ആ കാര്യം കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കാം. നെക്സ്റ്റ് വരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. CBDT കൊണ്ട് അർത്ഥമാക്കുന്നത് ഡയറക്റ്റ് ടാക്സ്, അതായത് ഇൻകം ടാക്സിൻ്റെ അപ്പെക്സ് ആൻഡ് അൾട്ടിമേറ്റ് അതോറിറ്റിയാണിത് CBDT. CBDTൻ്റെ ഫുൾ ഫോം മനസ്സിലാക്കുക. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ്. ഡയറക്റ്റ് ടാക്സിൻ്റെ അപ്പെക്സ് ആൻഡ് അൾട്ടിമേറ്റ് അതോറിറ്റിയാണിത് CBDT. ഇന്ത്യയിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എല്ലാ നിയമങ്ങളും പാസ്സാക്കുന്നത് ആരാണ്? CBDT ആയിരിക്കും. കൃത്യമായിട്ട് അതിൻ്റെ മീനിങ് നോക്കാം. CBDT ഈസ് ദി അപ്പെക്സ് അതോറിറ്റി ഫോർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡയറക്റ്റ് ടാക്സ് ഇന്ത്യ. ഇന്ത്യയിലെ ഡയറക്റ്റ് ടാക്സിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ അപ്പെക്സ് അതോറിറ്റിയാണിത് CBDT. സച്ച് ആസ് ഇൻകം ടാക്സ്. ഡയറക്റ്റ് ടാക്സിലെ ഏറ്റവും മെയിൻ ടാക്സ് ഇതാണ്, ഇൻകം ടാക്സ് ആണ്. ഇത് ഫങ്ഷൻസ് അണ്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഓർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇത് ഫങ്ഷൻ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ അണ്ടറിലാണ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ അണ്ടറിലാണ് എന്ത് പ്രവർത്തിക്കുന്നത്? CBDT പ്രവർത്തിക്കുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ അണ്ടറിൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസിലാണ് CBDT പ്രവർത്തിക്കുന്നത്. അപ്പോൾ CBDT എന്താണ്? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പെക്സ് അതോറിറ്റി ഓഫ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ഇന്ത്യയാണിത് CBDT. നെക്സ്റ്റ് വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഫങ്ഷൻസ് ഓഫ് CBDT. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ്, അഡ്മിനിസ്ട്രേഴ്സ് ഡയറക്റ്റ് ടാക്സ് ലോൺ ഇന്ത്യ. ഇന്ത്യയിലെ ഡയറക്റ്റ് ടാക്സ് ലോനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്, അതായത് കൃത്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത് CBDT ആണ്. സെക്കൻഡ് പോയിന്റ്, സൂപ്പർവൈസേഴ്സ്
ദി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സൂപ്പർവൈസ് ചെയ്യുന്നത് CBDT ആണ്. അതുപോലെ തന്നെ ഫ്രെയിംസ് പോളിസീസ് ഓൺ ഡയറക്ട് ടാക്സ്. ഇന്ത്യയിൽ ഡയറക്ട് ടാക്സുമായി ബന്ധപ്പെട്ട എല്ലാ പോളിസീസും ഫ്രെയിം ചെയ്തത് CBDT ആണ്. അതുപോലെ തന്നെ ഇഷ്യൂ സർക്കുലേഴ്സ്, നോട്ടിഫിക്കേഷൻസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. ഡയറക്ട് ടാക്സുമായി ബന്ധപ്പെട്ട സർക്കുലറും നോട്ടിഫിക്കേഷൻസും ഇൻസ്ട്രക്ഷൻസും നൽകുന്നത് CBDT ആണ്. അതുപോലെ തന്നെ എൻഷുവേഴ്സ് പ്രോപ്പർ അസസ്മെൻറ്റ് ആൻഡ് കളക്ഷൻ ഓഫ് ഡയറക്ട് ടാക്സ്. കൃത്യമായിട്ട് പ്രോപ്പറുള്ള അസസ്മെൻറ്റും ടാക്സ് കളക്ഷനും, അതായത് ഇന്ത്യയിലെ ടാക്സ് കളക്ട് ചെയ്യാനുള്ള അതോറിറ്റിയും ആരുടെയാണ്? CBDT-നെയാണ്. നെക്സ്റ്റ് വരുന്ന പോയിൻ്റാണ് പ്രിവെൻറ്റ് ടാക്സ് ഇവേഷൻ ആൻഡ് ടാക്സ് അവോയ്ഡൻസ്. ടാക്സ് ഇവേഷൻ പറഞ്ഞാൽ ഇല്ലീഗൽ രീതിയിലൂടെ ടാക്സ് കുറക്കുന്ന രീതിയാണിത്. ടാക്സ് ഇവേഷൻ ലൂപ്പ് ഹോൾസിലൂടെ ടാക്സ് റെഡ്യൂസ് ചെയ്യുന്ന രീതിയാണിത് ടാക്സ് അവോയ്ഡൻസ്. ഇത് രണ്ടും റെഡ്യൂസ് ചെയ്യുന്നത് CBDT ആണ്. നെക്സ്റ്റ് വരുന്നതാണ് പ്രൊവൈഡ് ഗൈഡൻസ് ടു ഇൻകം ടാക്സ് അതോറിറ്റീസ്. ഇൻകം ടാക്സ് അതോറിറ്റീസിന് മറ്റു ഇൻകം ടാക്സ് CBDT അല്ലാത്ത മറ്റു ഇൻകം ടാക്സ് അതോറിറ്റീസിനും മറ്റു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനും നിർദ്ദേശങ്ങൾ ഗൈഡ് ലൈൻസ് നൽകുന്നതും CBDT ആണ്. നെക്സ്റ്റ് ഇംപ്രൂവ് ടാക്സ് പെയർ സർവീസ് ആൻഡ് ഗ്രീവൻസ് റീഡസൽ. ഏതെങ്കിലും ടാക്സ് പേഴ്സിന് എന്തെങ്കിലും കംപ്ലയിൻസോ എന്തെങ്കിലും ഗ്രീവൻസുകളോ ഉണ്ടെങ്കിൽ അത് പരിഗണിക്കുന്നതും, അതായത് അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും ആരാണ്? CBDT ആണ്. നെക്സ്റ്റ് ആണ് അഡ്വൈസ് സെൻട്രൽ ഗവൺമെൻറ് ഓൺ ഡയറക്ട് ടാക്സ് മാറ്റേഴ്സ്. സെൻട്രൽ ഗവൺമെൻറ്റിന് ഡയറക്ട് ടാക്സുമായി ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള കാര്യങ്ങളിലും അഡ്വൈസ് നൽകുന്നത്, നിർദ്ദേശങ്ങൾ നൽകുന്നത് CBDT ആണ്. ലാസ്റ്റ് പോയിൻ്റാണ് കോർഡിനേറ്റ് വിത്ത് ദി അതർ ഗവൺമെൻറ് ഏജൻസീസ് ഓൺ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. ടാക്സ് അഡ്മിനിസ്ട്രേഷനിൽ മറ്റു ഗവൺമെൻറ് ഏജൻസിയുമായിട്ട് എന്ത് ചെയ്യുന്നു? CBDT കോർഡിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ CBDTൻ്റെ മീനിങ്ങും ഫങ്ഷനും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിൻ്റെ മീനിങ് മനസ്സിലാക്കുന്നതിലൂടെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് പഠിക്കും. അപ്പോൾ CBDTയുടെ ഫങ്ഷൻ വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ടാക്സ്, അതുപോലെ തന്നെ രണ്ട് ടാക്സ് ഉണ്ട്, ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ്, അതിൻ്റെ എക്സാമ്പിളും പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് ഇൻകം ടാക്സ് പറഞ്ഞു. ദെൻ ഇൻകം ടാക്സിൻ്റെ ഹിസ്റ്ററി, ഇന്ത്യയിലെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു. അതുപോലെ തന്നെ CBDT സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ്, അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. അടുത്തൊരു ക്ലാസ്സിൽ ഇന്നത്തെ തുടർച്ച ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്. ഓക്കെ, താങ്ക് യു.